ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാൻറ്റസി മറ്റൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കിയത് ഫാൻറ്റസി പ്രീമിയർ ലീഗിൽ ഈ അടുത്തതായി വന്ന അല്ലെങ്കിൽ ഈയിടെയായി വന്ന പുതിയ റൂൾ ചേഞ്ചിനെ പറ്റിയാണ് നോക്കിയത്. ഇന്ന് നോക്കാൻ വന്ന മറ്റൊരു ടോപ്പിക്കിനെ പറ്റിയാണ്. അത് മറ്റൊന്നുമല്ല, ചില കളിക്കാർക്ക് പൊസിഷനിൽ മാറ്റം വന്നിട്ടുണ്ട്. അതായത് ഈ സീസണിൽ കഴിഞ്ഞ സീസണിൽ നിന്നും പൊസിഷൻ എഫ് പി എൽ ചേഞ്ച് ചെയ്ത കളിക്കാർ ആരെല്ലാമാണെന്ന് നോക്കാം. ഈ കാറ്റഗറിയിൽ വരുന്ന കളിക്കാരുടെ എണ്ണം 6 കളിക്കാരാണ് കഴിഞ്ഞ സീസണിൽ പൊസിഷൻ അല്ല ഈ സീസണിൽ എഫ് പി എല്ലിൽ അവർക്ക് അസൈൻ ചെയ്തിട്ടുള്ളത്. അത് ഏതെല്ലാം കളിക്കാരാണെന്ന് നോക്കാം. നമുക്ക് വലിച്ചു നീട്ടാതെ നമുക്ക് ഡയറക്റ്റ്ലി ടോപ്പിക്കിലേക്ക് പോകാം. അന്നത്തെ ഏറ്റവും ഫോർമോസ്റ്റ് ആയിട്ട് പറഞ്ഞ പ്ലെയർ മറ്റാരുമില്ല, ആഴ്സണലിലെ കൈ ഹാവേർട്സ് ആണ്. ആഴ്സണലിലെ കൈ ഹാവേർട്സ് കഴിഞ്ഞ സീസണിൽ മിഡ്ഫീൽഡർ ആയിട്ടായിരുന്നു ലിസ്റ്റ് ചെയ്തിരുന്നത്. എന്നാൽ ഈ സീസണിൽ അത് ഫോർവേഡ് ആയിട്ട് ലിസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ കൈ ഹാവേർട്സിനെ നമുക്ക് ഫോർവേഡ് ആയിട്ട് മാത്രമേ അക്യൂർ ചെയ്യാൻ കഴിയുള്ളൂ. ഈ ഹാവേർട്സിന്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട കാര്യം, പുള്ളി ചെൽസിയിൽ വന്ന സമയത്ത് ഫോർവേഡ് ആയിട്ടാണ് എഫ് പി എൽ ലിസ്റ്റ് ചെയ്തത്. അതിനുശേഷം ആഴ്സണലായിട്ട് വന്നപ്പോൾ മിഡ്ഫീൽഡായിട്ട് കാറ്റഗറൈസ് ചെയ്യപ്പെട്ടു. കാരണം വെച്ചാൽ ചെൽസിയിൽ പുള്ളി ഫോർവേഡ് ആയിട്ടല്ല കളിച്ചത്, മിഡ്ഫീൽഡായിട്ട് കളിച്ചത്. അപ്പോൾ ആഴ്സണൽ മിഡ്ഫീൽഡായിട്ട് കാറ്റഗറൈസ് ചെയ്യപ്പെട്ടു. അങ്ങനെ പുള്ളി ഗെയിം വീക്ക് 26 വരെയൊക്കെ മിഡ്ഫീൽഡിൽ തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഗെയിം വീക്ക് 26 ന്യൂകാസിലെതിരാണ് ആഴ്സണൽ ആദ്യമായിട്ട് ഹാവേർട്സിനെ സ്ട്രൈക്കറായിട്ട് പരീക്ഷിക്കുന്നു. അതിനുശേഷം ഇങ്ങോട്ട് ഗെയിം വീക്ക് 38 വരെ ഹാവേർട്സ് ഫോർവേഡായിട്ട് കളിക്കും. അതിന്റെ ഫലമായിട്ട് ഈ വർഷം ഹാവേർട്സിനെ അവർ മിഡ്ഫീൽഡിൽ നിന്ന് മാറ്റി ഫോർവേഡായി കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ സീസണിൽ ഇപ്പോൾ ഹാവേർട്സ് ഒരു ഫോർവേഡായിട്ട് കാറ്റഗറൈസ് ചെയ്തിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു സിനാറിയോയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കിട്ടുന്നതിനേക്കാളും 20 പോയിന്റ് കുറവ് ഹാവേർട്സിന് കിട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ സീസണിൽ ഹാവേർട്സ് അത്രത്തോളം അപ്പീലിംഗ് അല്ല, ബിക്കോസ് ഹി ഈസ് പ്ലേയിങ് ആസ് എ സ്ട്രൈക്കർ എന്ന് പറയേണ്ടി വരും. പിന്നെ മാറ്റം വന്ന മറ്റൊരു പ്ലെയർ ഇയാൻ മാറ്റ്സൺ എന്നുള്ള പ്ലെയറാണ്. എനിക്കറിയാം നിങ്ങൾ പലരും കേൾക്കാത്തൊരു പ്ലെയറാണ് ഇയാൻ മാറ്റ്സൺ. ചെൽസിയുടെ പ്ലെയറാണ്. ചെൽസിക്ക് വേണ്ടി എനിക്ക് തോന്നുന്നു 4 കളികളിലെന്തോ കളിച്ചിട്ടുള്ളൂ. അതിനുശേഷം താരം ബൊറൂസിയ ഡോർട്ട്മുണ്ടിലായിട്ട് പോയി. ഈ താരത്തിന് കഴിഞ്ഞ സീസണിലെ ലിസ്റ്റിംഗ് മിഡ്ഫീൽഡർ ആയിരുന്നെങ്കിൽ ഈ സീസണിൽ താരം എന്ന ഡിഫൻഡർ ആയിട്ടുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ ബൊറൂസിയ ഡോർട്ട്മുണ്ടിൽ പുള്ളി ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിക്കുകയും അവിടെ മിന്നും പെർഫോമൻസ് നടത്തുകയും ചെയ്തു. ഈ പ്രാവശ്യം അവർ ആസ്റ്റൺ വില്ല ഈ താരത്തെ സ്വന്തമാക്കിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ മിഡ്ഫീൽഡിൽ നിന്ന് എഫ് പി എൽ പുള്ളിനെ ഡിഫൻഡർ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു പ്ലെയർ ആണെന്ന കാര്യത്തിൽ ഡൗട്ടാണ്. ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളതായിട്ട് ആ ഒരു ലിസ്റ്റിൽ വന്നതോടുകൂടി. ഇനി അടുത്ത ഒരു പ്ലെയർ നമുക്ക് അത്യാവശ്യം അറിയാവുന്ന ഒരു പ്ലെയറാണ് സെമന്യ ഫ്രം ബോൺമൗത്ത് ആണ്. ഈ താരത്തിന് നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ അവർ ഫോർവേഡ് ആയിട്ടാണ് വെച്ചിരുന്നത്. പക്ഷെ ഒരിക്കൽ പോലും താരം ഫോർവേഡ് ആയിട്ട് കളിച്ചില്ല. റൈറ്റ് വിങ്ങിനാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അവരുടെ ഫോർവേഡ് ആയിട്ട് കൂടുതൽ സമയം കളിച്ചത് നമ്മുടെ സൊളാങ്കി ആയിരുന്നു. അപ്പൊ ഈ താരം എപ്പോഴും ഒരു നമ്പർ 10 അല്ലെങ്കിൽ റൈറ്റ് വിങ്ങിലേക്ക് കളിച്ചിരുന്നത്. അത് കണക്കാക്കിക്കൊണ്ട് തന്നെ വളരെ ഒബ്വിയസ് ആയിട്ട് ആ മാറ്റം വരുത്തിയിരിക്കുന്നു. ഈ പ്രാവശ്യം പുള്ളി കളിക്കാൻ പോകുന്നത് മിഡ്ഫീൽഡിലാണ്. അന്റോണിയോ സെമന്യ മിഡ്ഫീൽഡിലായിരിക്കും ബോൺമൗത്തിന് വേണ്ടി കളിക്കുന്നത്. എഫ് പി എൽ അവർ മിഡ്ഫീൽഡിലായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ സീസണിലും താരം മിഡ്ഫീൽഡ് കാറ്റഗറിയിലാണ് വന്നിരുന്നെങ്കിൽ 107 പോയിന്റ് വരെ 118 പോയിന്റ് എന്ന ടാലിയിലേക്ക് താരം ഉയർന്നേനെ. സോ അതുകൊണ്ട് തന്നെ ഈ സീസണിൽ മിഡ്ഫീൽഡിലായിട്ട് വരുന്ന സമന്വയം ഒരു അപ്പീറിംഗ് പ്രോസ്പെക്ട് തന്നെയാണ്. പിന്നെ ഈ ഒരു സീരീസിലെ 4ാമത്തെ പ്ലെയർ വരുന്നത് അതൊരു ഫേമസ് പ്ലെയറാണ്, ക്രിസ്റ്റഫർ എൻകോക്കു. ചെൽസിയുടെ പ്ലെയറാണ്. കഴിഞ്ഞ സീസണിൽ കൂടുതൽ സമയം പരിക്കുമായി പുറത്തിരുന്നതുകൊണ്ട് കാര്യമായി ഇമ്പാക്ട് ഉണ്ടാക്കില്ല. എന്നാലും എൻകോക്കുയുടെ ഒരു പ്രൊഫൈൽ നമ്മൾ നോക്കുമ്പോൾ ലെയ്പ്സിഗ് മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ താരത്തിനൊരു നിശ്ചിത പൊസിഷനിൽ ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും. ഒരു പ്രോപ്പർ സ്ട്രൈക്കർ അല്ല. ഹി ക്യാൻ പ്ലേ എനിവേ, റൈറ്റ് വിങ്, ലെഫ്റ്റ് വിങ്, നമ്പർ 10 ഒക്കെ പൊസിഷനിൽ പുള്ളി കളിക്കുന്നതുകൊണ്ട് ആ ഒരു വെർസറ്റാലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ എഫ് പി എൽ പുള്ളിനെ ഈ പ്രാവശ്യം മിഡ്ഫീൽഡർ ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചെൽസിക്ക് പുള്ളി സബായിട്ട് ഇറങ്ങിയാൽ പോലും ഒരിക്കലും ജാക്സന് പകരം എൻകൂക്ക് വരുന്നതായിട്ട് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. എപ്പോഴും ജാക്സൺ അവിടെ കളിക്കളത്തിലുള്ളപ്പോൾ തന്നെ എൻകൂക്കിന് ഒരു നമ്പർ 10 പൊസിഷനായിട്ട് ഇറക്കുന്നതായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ എൻകൂക്കു ഒരു മിഡ്ഫീൽഡ് സ്പോട്ട് അക്യൂർ ചെയ്യുന്നു. ഒരു ചീപ്പ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ചെൽസിയിൽ നിന്ന് വരുന്നു. ബിക്കോസ് പാൾമറിന്റെ ബലം നമുക്ക് നന്നായിട്ട് അറിയാം. അതേ ഒരു അറ്റാക്കിംഗ് റിട്ടേൺ തരാൻ ചാൻസ് ഉള്ള കളിക്കാരനായിരിക്കും. അതുകൊണ്ട് തന്നെ എൻകൂക്കു മിക്കവരും ടീമിനായിട്ട് എടുത്തു ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ മിക്കവരും ടീമിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്ലെയറാണ് എൻകൂക്കു. പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, എൻകൂക്കു ഈ സീസണിൽ മിഡ്ഫീൽഡർ ആയിട്ട് വരുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനിയുള്ളത് 2 പ്ലെയർ, അത് ഈസി ആയിട്ട് പറഞ്ഞു പോകാൻ കഴിയും. ടോട്ടൻഹാമിന്റെ പെയറിംഗ് ആണ്. അത് റിച്ചാർഡ്സനും വെർണറുമാണ്. വെർണർ കഴിഞ്ഞ പ്രാവശ്യം സ്ട്രൈക്കർ ആയിട്ടാണ് വന്നിരുന്നെങ്കിൽ ഈ പ്രാവശ്യം വെർണർ നേരെ മിഡ്ഫീൽഡിലായിട്ട് ഇട്ടിരിക്കുന്നു. അത് നമുക്കറിയാം. വെർണറിന്റെ കളി കാണുമ്പോൾ പറയാം, വെർണർ ലെഫ്റ്റ് വിങ്ങിൽ വിങ്ങറായിട്ടാണ് കളിക്കുന്നത്. ഒരു സ്ട്രൈക്കറായിട്ട് ഒരിക്കൽ പോലും കളിച്ചായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ റിച്ചാർഡ്സൺ കഴിഞ്ഞ സീസണിൽ മിഡ്ഫീൽഡർ ആയിരുന്നു. പക്ഷേ ഈ സീസണിൽ പുള്ളിനെ സ്ട്രൈക്കറായിട്ട് എഫ് പി എൽ അസൈൻ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഹാരിക്കിൻ പോയതിനു ശേഷം റിച്ചാർഡ്സൺ അല്ലെങ്കിൽ സണ്ണായിരുന്നു അവരുടെ സ്ട്രൈക്കറായിട്ട് കളിച്ചിരുന്നത്. റിച്ചാർഡ്സന് അവൈലബിൾ ഉള്ളപ്പോൾ റിച്ചാർഡ്സൺ സോൾ സ്ട്രൈക്കറായിട്ട് കളിച്ചൊരു കാഴ്ചയും കണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മാറ്റം കണക്കിലെടുത്തുകൊണ്ട് എഫ് പി എൽ പുള്ളിനെ മിഡ്ഫീൽഡിൽ നിന്നും ഫോർവേഡ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ റിച്ചാർഡ്സൺ കഴിഞ്ഞ സീസണിൽ ഒരു ഫോർവേഡ് ആയിട്ടാണ് കണക്ക് കൂട്ടിയിരുന്നെങ്കിൽ, കഴിഞ്ഞ സീസൺ മിഡ്ഫീൽഡർ ആയിരുന്നല്ലോ, പക്ഷെ ഫോർവേഡ് ആയിട്ടായിരുന്നെങ്കിൽ പുള്ളിക്ക് ഏറെക്കുറെ 18 പോയിന്റുകൾ നഷ്ടമാകുമായിരുന്നു എന്നൊരു കാര്യം കൂടെ ഓർത്തുള്ള. സോ റിച്ചാർഡ്സന്റെ കാര്യത്തിലാണ് ആ മാറ്റമുള്ളത്.
സോ ഇതാണ് ഈ സീസണിൽ പൊസിഷൻ. കഴിഞ്ഞ സീസണിൽ നിന്നും മിഡ്ഫീൽഡർ ആയിരുന്നില്ല, ഡിഫൻഡർ ആയിരുന്നില്ല, വേറൊരു പൊസിഷനായിട്ട് FPL അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന 6 കളിക്കാർ ഇവരെല്ലാമാണ്. അപ്പോൾ ഇത് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളത് നമുക്ക് ആ ഒരു എന്തെങ്കിലും ഒരു ടീമൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഒരു സ്ട്രാറ്റജിക് മൂവ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു പ്ലാൻ ചെയ്തിട്ടുള്ള എളുപ്പമുണ്ടാവും. അത് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഒരു ബേസിക് തിങ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ ചെറിയ വീഡിയോകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് രേഖപ്പെടുത്താൻ. ഞാൻ പല ടോപ്പിക്കുകളും സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവൻ ദോ ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്. നിങ്ങളുടെ ഒരു ഈസിനെസ്സിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വീഡിയോ പറ്റി നിങ്ങളുടെ ആത്മാർത്ഥമായ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സപ്പോർട്ട് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക എന്നും പറയുന്ന കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെ ഫുട്ബോൾ ഫീവറിന്റെ FPL നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് 4th സീസൺ. അതിന്റെ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണുന്നു. താല്പര്യമുള്ളവർ എനിക്ക് മെസ്സേജ് ചെയ്യുക. എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ തരുന്നതായിരിക്കും. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.